ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ നല്ല മഴയാണ്. അപ്പോൾ രാവിലെ ഞാൻ രാവിലത്തെ ചായയും കാപ്പിയും എല്ലാം ഉണ്ടാക്കി. മക്കൾക്ക് സ്കൂളിൽ ഇന്ന് പോകണം. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴയത്ത് ഷൂ കഴുകി ഉണക്കി വെച്ചിരുന്നത് നനഞ്ഞെന്നുള്ള സങ്കടത്തിലാണ് മോള് വന്നത് കേട്ടോ. പിന്നെ ഞാൻ തുടച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി. പിന്നെ ചേട്ടനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പുറകിൽ നിന്നും പോണത് വരെ ഞാൻ ഓരോ സാധനമായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും കോട്ടിട്ട് ചേട്ടന് കോട്ടൊക്കെ എടുത്ത് കൊടുത്ത് ഹെൽമെറ്റും എല്ലാം എടുത്ത് കൊടുത്തു. അങ്ങനെ മൂന്നാളും കൂടി പോയിട്ടുണ്ട്. മക്കളെ സ്കൂളിലാക്കിയിട്ട് ചേട്ടൻ ജോലിക്ക് പോകും. മഴ ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇന്ന് മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് മത്തി വറുക്കാം. അതിന് ഇന്ന് ഞാൻ തലയോടെ വച്ചിട്ടാണ് മത്തി വറുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തല കട്ട് ചെയ്ത് കളയും ചിലപ്പോഴൊക്കെ. എന്നിട്ട് പിന്നെ അതിനെ വറുക്കാൻ വേണ്ടിയിട്ടെല്ലാം മുളകൊക്കെ പുരട്ടി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ക്യാബേജാണ് ഇന്ന് തോരന്. അപ്പോൾ ഞാൻ ഇന്ന് കൊത്തിയെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട്. സമയം ഒരുപാടുണ്ടല്ലോ. ഇനി മൂന്നാളും പോയി. ഇനി മക്കൾ വരുന്നത് വരെ ഇങ്ങനെ ഓരോ പണിയായിട്ട് ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകണുണ്ട്. തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി. തോരന് വേണ്ടിയിട്ട് പച്ചമുളകും പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആക്കി വെച്ച് പിന്നെ ഒരു രസം വെക്കണം. രസത്തിന് വേണ്ടിയിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചതച്ച് വെച്ച് ബാക്കി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് അടുപ്പത്ത് എല്ലാം വേഗം വയ്ക്കാം. അങ്ങനെ രണ്ടടുപ്പിലായിട്ടാണ് പെട്ടെന്ന് വയ്ക്കുന്നത്. രസത്തിന് വേണ്ടിയിട്ട് കടുകൊക്കെ താളിച്ച് അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരെണ്ണത്തിൽ തോരന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് തോരനുള്ളതെല്ലാം ക്യാബേജെല്ലാം ഇട്ട് ഉപ്പിട്ടങ്ങ് അടച്ച് വയ്ക്കാം. ഇനി രസവും കൂടെ വെക്കാനുണ്ട്. കടുക് താളിച്ച് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് മുളക് പൊടിയും കുരുമുളക് കൂടുതലായിട്ടിടണം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഉലുവപ്പൊടിയും കായവും കൂടി ചേർത്ത് മല്ലിയിലയും കൂടി ഇട്ട് പുളിയും കൂടെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു രസമാവും. മത്തി കൂടി വറുത്താൽ മതി. മത്തി പകുതി മക്കൾ വരുമ്പോൾ കഴിക്കാനുള്ളത് വറുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് രാത്രിയാണ് ബാക്കിയുള്ളത് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ അത് രസമെല്ലാം റെഡിയായി. ഇനി മത്തി വറുക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി മത്തി വറുക്കണം. അപ്പോൾ അതാ തോരനും റെഡിയായി. അപ്പോൾ ഇത് രണ്ടുമായി. ചോറ് രാവിലെ തന്നെ ആക്കിയിട്ടുണ്ട്. മക്കൾക്ക് പോകാൻ വേണ്ടിയിട്ട് ചോറ് കൊണ്ടുപോകും. അപ്പോൾ അതിലത്തേക്കുള്ള കൂട്ടാൻ രാവിലെ എണീറ്റ് ഉടനെ അവർക്കുള്ള കറികളൊക്കെ കുറച്ചൊക്കെ അങ്ങനെ ആക്കിയെടുത്ത് ചോറ് കൊടുത്തു വിടും. അത് കഴിഞ്ഞ് കൈയോടെ തന്നെ ആ പാത്രങ്ങളൊക്കെ അങ്ങനെ നമുക്ക് കഴുകി വയ്ക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. പാത്രം അങ്ങനെ ഇട്ടേക്കൂല. ജോലി ചെയ്യുന്നതിനനുസരിച്ച് അപ്പോഴപ്പോഴും അങ്ങ് കഴുകി മാറ്റാറാണ്. ഒത്തിരി ആയാൽ പിന്നെ നമുക്ക് ഒരു പാടല്ലേ. അതുകൊണ്ട് അപ്പോഴപ്പോഴും അങ്ങ് കഴുകി മാറ്റും. പിന്നെ മക്കൾ വന്നാൽ പിന്നെ കുറച്ചൊക്കെ പാത്രങ്ങളൊക്കെ അവരെടുത്തിടും. വീണ്ടും ഇത് തന്നെ പണി. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ആക്കി ഇവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ടാൽ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ്. ഇനി കുറച്ച് തുണി അലക്കാൻ ഉണ്ട്. അതും അലക്കാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ രാവിലെ കഴിഞ്ഞു മക്കൾ പോയ ഉടനെ. പിന്നെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് ഞാൻ അടുത്ത പണികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മീനും വറുത്തിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.